നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ദിവസങ്ങൾക്ക് മുൻപേ പുറത്തേക്ക് വന്നത്. അതായത് കിലിയൻ എംബപ്പെ ഈ സീസണിന് ശേഷം റയലിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം PSG വിട്ടുകൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുക. ഇതാണ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലാ പാരീസിയൻ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ എംബപ്പെ റയൽ മാഡ്രിഡുമായി പൂർണ്ണമായും ഒരു അഗ്രിമെന്റിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും താരത്തിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് കിലിയൻ എംബപ്പയ്ക്ക് റയലിലേക്ക് വരേണ്ടി വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിലവിൽ PSG സാലറി ഇനത്തിൽ ഒരു വർഷം ഗ്രോസ് ആയിക്കൊണ്ട് 72 മില്യൺ യൂറോ കിലിയൻ എംബപ്പയ്ക്ക് ലഭിക്കുന്നുണ്ട്. മറ്റുള്ള ബോണസുകൾ കൂടി ചേർത്താൽ ഏറെക്കുറെ ഒരു വർഷം 100 മില്യൺ യൂറോ കിലിയൻ എംബപ്പെ PSG വെച്ചുകൊണ്ട് സമ്പാദിക്കുന്നുണ്ട്. ഒരു ഭീമമായ തുക തന്നെയാണ് ഇത്. എന്നാൽ ഇതിന്റെ പകുതിയോളം മാത്രമായിരിക്കും എംബപ്പയ്ക്ക് റയൽ മാഡ്രിഡിൽ നേടാൻ സാധിക്കുക. അതായത് 25 മില്യൺ യൂറോ മുതൽ 35 മില്യൺ യൂറോക്കിടയിലുള്ള ഒരു സാലറി ആയിരിക്കും കിലിയൻ എംബപ്പയ്ക്ക് റയൽ മാഡ്രിഡിൽ ലഭിക്കുക. ഒരു വർഷം ഗ്രോസ് ആയിക്കൊണ്ട് ആകെ 50 മില്യൺ യൂറോ ആയിരിക്കും മൊത്തത്തിൽ റയൽ മാഡ്രിഡിൽ വെച്ചുകൊണ്ട് എംബപ്പയ്ക്ക് നേടാൻ സാധിക്കുക. അതായത് അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ പകുതിയോളം ഇടിവ് സംഭവിക്കും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ റയൽ മാഡ്രിഡിലെ മറ്റു താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ തുക തന്നെയാണ്. നിലവിൽ റയലിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന താരം ടോണി ക്രൂസ് ആണ്. 24 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇരട്ടി വരുമാനം കിലിയൻ എംബപ്പയ്ക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അതേസമയം സൈനിങ് ബോണസിന്റെ കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തതകളൊക്കെ കൈവരേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.